എങ്കിൽ അവിടെ ജില്ലാ അധികൃതരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയൊക്കെ പ്രധാനപ്പെട്ട കാര്യമായി കൂടി മാറുകയാണ്. ഒന്നോർക്കുക, ദുഷ്കരമായ ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് അവിടെ എത്തിയിരിക്കുന്ന ദൗത്യ സംഘാംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ. ഒരുപക്ഷെ ദൗത്യ സംഘാംഗങ്ങളുടെ തെരച്ചിൽ സംഘത്തിന് ഒപ്പമോ അവർക്ക് മുകളിലോ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ. ബൈജു അടക്കം തുടക്കം മുതൽ അവിടെയുള്ളവർ, അവർ പകർത്തുന്ന, അവർ ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കാതെ ഈ ദുർഘട പ്രതിസന്ധികളെ, കാലാവസ്ഥകളെ അതിജീവിച്ച് അവർ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇക്കാര്യത്തിൽ കേരളത്തിലുള്ള ആ കുടുംബത്തിനും മലയാളികൾക്കും ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന വാർത്തകളും ഉണ്ടാകുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യം. ഇതാ വീണ്ടും ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇതാ ഈ ദൃശ്യത്തിൽ കൃത്യമായി സ്പോട്ട് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്താണ് ലോറി ഉണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്ന ആ പുഴയിലെ സ്ഥലം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈജു, ഈ ലോറി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തെ ചില പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ലഭ്യമാവുന്നുണ്ടോ? സൈത്തെ, കാലാവസ്ഥ വളരെ പ്രതികൂലമായി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ട ആ കാറ്റ്, കുട പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാറ്റിലും അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക്. ഇന്ന് ഒരു പക്ഷേ ഇതിനകത്തേക്ക് ഇനി കയറാൻ നമുക്ക് അനുമതി ഉണ്ടായി എന്ന് വരില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടുത്തെ മഴയും ഇവിടുത്തെ കാറ്റിന്റെ ഒരു അവസ്ഥയും നമുക്കറിയാം. കുട പോലും ഇല്ലാതെ ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഈ ഒരു കുടക്കീഴിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഏതായാലും അത്രത്തോളം ദുർഘടമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ഇനി ഈ മഴ, ഈ കാറ്റ് എത്ര സമയം നീണ്ടുവെക്കുന്നു പറയാൻ പറ്റില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത്തരത്തിൽ പൂർത്തിയായിരിക്കുന്നു. ആ ഡ്രോൺ അതിനുശേഷമാണ് വലിയ തോതിലുള്ള മഴ, കാറ്റ്, ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെടുന്നത്. കാണാം, നമുക്ക് ഇവിടുന്ന് ചലിക്കാൻ രീതിയിലാണ് നമ്മൾ ഉള്ളത്. അതാണ് എത്ര ദുർഘടമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇത് നമുക്കൊപ്പമുള്ളത്. ലോറി അസോസിയേഷൻ ഭാരവാഹികളാണ്. അവർ പങ്കുവെക്കുന്നുണ്ട്. ബൈജു അടക്കം അവിടെ നിൽക്കുന്നു. ഒന്ന് നോക്കൂ, ആ മഴ നനഞ്ഞുകൊണ്ട് ഇവിടുത്തെ സ്ഥിതി നിങ്ങൾ കണ്ടറിഞ്ഞു കഴിഞ്ഞു. സശക്തമായ മഴയാണ്. മഴയിലും കൂടി തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും സന്തോഷ് കിട്ടട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹത്തോടെ, നമ്മൾ അർജുൻ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ എല്ലാവരും കൂടെ മയത്തുകൂടി കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ദൈവസഹായം കൊണ്ട് അവർ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ എല്ലാവരുടെയും. ഈ മയത്തുകൂടി നമ്മൾ എല്ലാ അസോസിയേഷന്റെ ബന്ധുക്കൾ എല്ലാവരും ഒന്നുകൂടെ നിൽക്കുകയാണ്. മഴയിലും വേണ്ടില്ല, നമ്മൾ എണ്ണനാലും വേണ്ടില്ല, നമുക്ക് അർജുൻ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. മഴയത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും നമുക്കിത് ഡേഞ്ചറാണ് ഈ സ്ഥലം. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. എപ്പോഴത് വിടിഞ്ഞു വീണു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. എന്നാലും വേണ്ടില്ല, നമുക്ക് അർജുൻ ജീവനോടെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കാത്തിക്കുന്നത്. ദൈവം കാക്കട്ടെ. അതാണ് അത്രത്തോളം അർജുനെ വേണ്ടി സ്നേഹിക്കുന്നവർ, കർണാടകയിലുള്ളവർ, അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് അതാണ്. അർജുനെ കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവർ ദിവസങ്ങളായി ഇവിടെ ഉള്ളവരാണ്. നമ്മൾ രാവിലെ ഇവരെ സംസാരിച്ചിരുന്നു. വളരെ ദിവസങ്ങളായി ഇത്തരത്തിൽ കർണാടകയിലുള്ള ലോറി ഉടമകളാണ്. അവർക്ക് ഈ ഒരു വലിയ